തട്ടും. ഒറ്റയ്ക്കോ അതോ കൂടെ അരിഷ്ടമുണ്ടാക്കുന്നവരൊക്കെ ഉണ്ടോ? നീ വിചാരിക്കുന്ന ആ പാലത്തിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് പോയതാ. എന്റെ മകനും അവൻ പോയപ്പോ കുറച്ചു ദൂരം ഞാനും കൂടെ അങ്ങ് പോയി. മകനോ? അതിനാശം കല്യാണം കഴിച്ചിട്ടുണ്ടോ? കൊള്ളാം. നീ എന്താ വിചാരിച്ചത്? ഞാൻ പണ്ട് വയനാട്ടില് വൈദ്യം പഠിക്കാൻ പോയപ്പോ അവിടുന്ന് കല്യാണവും കഴിച്ചു, അവരും മകനും ഉണ്ട്. അത് ശരി. എന്നിട്ട് അവരവിടെ? അന്ന് എനിക്ക് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. വിളിച്ചോണ്ട് വന്നാ എന്റെ വീട്ടിൽ കയറ്റില്ല. അങ്ങനെ അവരവിടെ ആയിപ്പോയി. ഇപ്പൊ വിളിച്ചോണ്ട് വരാലോ. നല്ല കാലത്ത് അവളെ നോക്കാത്തവന്റെ കൂടെ ഇപ്പൊ അവള് വരുമോ? അപ്പൊ ആശാൻ കൈ ഒഴിഞ്ഞു. കൈ ഒഴിഞ്ഞതല്ല, ഞാൻ പറഞ്ഞ അവള് കേൾക്കില്ല. അവള് തന്നെ ചികിത്സയും മന്ത്രാലയൊക്കെ നടത്തി കാശുണ്ടാക്കുന്നു. പിന്നെ എന്നെ എന്തിന്? അപ്പൊ മകനോ? അവനും അവരുടെ കൂടെയല്ലേ വളർന്നത്. വൈദ്യരവനെ എല്ലാ വിദ്യകളും പഠിപ്പിച്ചു. പഴയ താളികോലകളെല്ലാം അവന് കൊടുത്തു. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ചികിത്സയും മന്ത്രവാദവും പൂജയും ജ്യോതിഷവും എല്ലാം അവനറിയാം. അതൊക്കെ ചെയ്ത് നാട് ചുറ്റി നടക്കുന്നു. കല്യാണവും കഴിച്ചിട്ടില്ല. ഇന്ന് അത് രാവിലെ ഇവിടെ വന്നിട്ട് പോയപ്പോ ബസ് സ്റ്റോപ്പ് വരെ ഞാനും കൂടെ പോയി. എനിക്ക് കാണുമായിരുന്നല്ലോ. അവനെ കാണാതിരിക്കുന്നതാ നല്ലത്. ഒരു പെണ്ണവനെ കാത്തിരുന്നിട്ട് വരാത്തവനാ. അതും അവനെ വിവാഹം കഴിക്കാനിരുന്നവൾ. സൂര്യയുടെ അമ്മയുടെ മൂത്തത് ഒരാളുണ്ട്, രാധിക. അവരുടെ മകളാണ് സന്ധ്യ. സന്ധ്യക്ക് എന്റെ ഗണേശൻ അവിടെ. അവന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ഒരു മകളെ പോലെ അവൾ എന്റെ കൂടെ നടക്കുമായിരുന്നു. ആശാനെ, കുറച്ച് ഞാവൽപ്പഴം. ഇതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. ഞാൻ കാണാത്ത ഞാവൽപ്പഴം കൊണ്ടുവന്നല്ലേ? വേണ്ട, ആശാന് വേണ്ടെങ്കിൽ വേണ്ട. ഇവിടെ മറ്റുള്ളവർക്കും വേണ്ടി കൂടി ഞാനിത് കൊണ്ടുവന്നത്. അവർക്ക് കൊടുത്തേക്ക്, ഞാൻ പോണു. ഞാവൽപ്പഴം ഒക്കെ ഗണേശനല്ലേ ഇഷ്ടം. അവൻ രാവിലെ വന്നിട്ട് ഇപ്പൊ പോയേ ഉള്ളൂ. എങ്കിൽ വരുമ്പോ കൊടുത്തേക്ക്. പഴിക്കാത്തത് നോക്കി 2-3 മാറ്റി വെച്ചേക്ക്. ഈ പഴം വാങ്ങാൻ വേണ്ടി അവനിനി ഇങ്ങോട്ട് വരുമോ? ഗണേശൻ പോയത് ആശാൻ കണ്ടോ? കണ്ടോന്നോ? ഞാനും കുറുന്തോട്ടി കുട്ടപ്പനും കൂടെ അല്ലേ കടവ് കടത്തി അക്കരെ അയച്ചത്. പോവാൻ നേരത്തെ എനിക്ക് കുറച്ച് കാശും തന്നു. പാവം, നല്ല ചെറുക്കൻ. പോകുന്നതിന് മുമ്പ് എന്നെ കണ്ടൊരു വാക്ക് പറയാൻ തോന്നിയില്ലല്ലോ. ഗണേശന് അവളോട് സ്നേഹമുണ്ടായിരുന്നെങ്കിലും അവളെ വന്ന് കാണാനോ സ്നേഹം പ്രകടിപ്പിക്കാനോ സമയം കണ്ടെത്തിയില്ല. സ്നേഹം പ്രകടിപ്പിക്കാതിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അപ്പോഴാണ് മഹാവൈദ്യരുടെ വീട്ടിൽ വൈദ്യം പഠിക്കാനായി ആനന്ദ് എന്ന ചെറുപ്പക്കാരന്റെ വരവ്.